അഗ്ഗെടുക്കാൻ പറ്റിയ അപ്പൊ മെനി 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 ഹാപ്പി 51st ബർത്ത്ഡേ. ടിക്കറ്റ് കിട്ടി. വേഗം വാ, ഓടിക്കോട്ടെ, ഈ സമയമില്ല. You told a lie, I let you go. Started the words that I completed, but that was then, so long ago. I told you then, like I say now, that we were golden. Now you're not here. ഇത് ചെറിയ സർപ്രൈസ് ആണ്. അതാ അവ അല്ലെന്ന് അറിയില്ല. ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എനിക്കത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ട് ടാക്സിയുടെ ഉള്ളിൽ നിന്ന് വ്ളോഗ് തുടങ്ങുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. സോ ബാക്ക് ടു അവർ ബേസിക്സ് ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇപ്പോഴും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. സോ ഹോപ്പ്ഫുള്ളി എയർപോർട്ടിനകത്ത് എല്ലാം സോൾവ് ചെയ്തിട്ട് നമുക്ക് വ്ളോഗ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു എപ്പോഴും തുടങ്ങിക്കൊണ്ടിരുന്നത്. എന്നിട്ട് 2 തവണ ഒരു സെയിം ഊബർ ഡ്രൈവർ വന്നായിരുന്നു പണ്ട് കേട്ടാ, ഒരു 4 years ബാക്കൊക്കെ. അതൊരു സംഭവമായിരുന്നു. ഏതാ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിൽ നോക്ക്, വരുന്ന വഴിയല്ല, ഇത് പോകുന്ന വഴിയാണ്. നമ്മളെല്ലാരും മാച്ചിങ്. ഡ്രസ്സൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പയ്യെ കാണിക്കാം. ആദ്യമേ കയറി പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. റോച്ചേട്ടൻ വിളിച്ചിരുന്നു. ഫ്ലൈറ്റ് ആക്ച്വലി ഫുള്ളാണ്, പക്ഷെ നന്നായി പ്രാർത്ഥിച്ചു പോയാൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, റോയ്ച്ചേട്ടൻ അവിടെ ജപം. മറ്റേ ഈ മണിച്ചിത്രത്താഴില് മറ്റേ മോഹൻലാൽ ആ സംഭവം ചെയ്യുമ്പോ തിലകന് കണ്ണ് അവിടെ, അതുപോലെ ഖത്തറിലെ റോയ്ച്ചേട്ടൻ പൂജിക്കുന്നു, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതെ. സമയം 2:15. 2:30 ബോർഡിംഗ് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ ഫുള്ളായിരുന്നു. ഫ്ലൈറ്റ് ആക്ച്വലി ഫുള്ളാണ്. ഇക്കോണമി ക്ലാസ്സിൽ ആക്ച്വലി ഉണ്ടല്ലോ, ടിക്കറ്റ് എടുത്തവരെ ഒരു 10-15 വരെ ഫ്രീ ആയിട്ട് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. എന്താ നമുക്കിപ്പോ പകുതി പൈസക്ക് പോവും ചെയ്യണം, ഇനി ബിസിനസ് ക്ലാസ് ഫ്രീ അപ്ഗ്രേഡും തരണം അല്ലേ? തരണം. അന്ന് ഖത്തർ എയർവേസിൽ പോകാറേ ഇല്ലല്ലോ. സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിൽ ചിലപ്പോൾ തന്നേനെ. ടിക്കറ്റ് കിട്ടി. വേഗം വാ, ഓടിക്കോട്ടെ, ഈ സമയമില്ല. ഗൈസ്, അവസാനം ഫ്ലൈറ്റ് കിട്ടി. സമാധാനത്തോടെ ഇരുന്നു. അവർ ഒരുമിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നു. ആദ്യമേ നമുക്ക് ഒരുമിച്ച് അല്ലായിരുന്നു സീറ്റ്. സോ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ കയറി. ഇനി ഖത്തർ എയർവേസ് ഒന്ന് എൻജോയ് ചെയ്യാം. സോ ഇതിന് നമുക്ക് ആദ്യമേ തന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, ഹെഡ്ഫോൺസ് ഉണ്ട്, പിന്നെ ഇത് സ്ക്രീൻ. ഇനിയിപ്പോൾ സിനിമ കാണുന്ന സമയമില്ല, സമയം 3:30 നല്ല സെറ്റായി കേട്ടാ. നല്ല കംഫി ആയിട്ട് ഇതേ സുഖമായിട്ട് കിടന്നു. പ്രിയ ഉറങ്ങുന്നില്ല. അത് കൊറേ ആയില്ലേ ട്രാവൽ ചെയ്തിട്ട്. അതെ, ഉറങ്ങാൻ പോവാണോ സിനിമ കാണാൻ പോവാണോ? ഫുഡ് വേണ്ട. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയ ഇവന് കാര്യമില്ല. ഇത് കളറിംഗ് ബുക്ക് അല്ല, ഇത് നോട്ട് പാഡാന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയ. നമ്മൾ ആക്ച്വലി TV ഒക്കെ കാണാമെന്ന് വിചാരിച്ചടയായിരുന്നു, പക്ഷേ TV ഫുൾ സ്റ്റക്കാണ്. അതുകൊണ്ട് ഫുൾ ടൈം ഫ്ലൈറ്റിൽ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, രാത്രിയിലത്തെ ഫ്ലൈറ്റ് കൊണ്ട് വേദവും പ്രിയൊക്കെ അപ്പം തന്നെ കിടന്നുറങ്ങി. പിന്നെ ഫുഡ് വന്നു, അത് അടിപൊളിയായിരുന്നു. ഒരു എഗ് ഫ്രിട്ടാട്ട, സോസേജ് ആൻഡ് സം മഷ്റൂം വെച്ചുള്ള സംഭവം. അത് യോഗേർട്ട്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഞാൻ ഡ്രിങ്ക് ജിഞ്ചറിൽ പറഞ്ഞു. പിന്നെ ഇതുപോലെ ക്രൊസോൺസും ഉണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ദിസ് വാസ് സോ ടേസ്റ്റി. ഇറ്റ് ഫീൽസ് ഹെൽത്തി ഓൾസോ. ഒരു പെർഫെക്റ്റ് ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഐ ലവ് ജിഞ്ചറിൽ. ആക്ച്വലി ഫ്ലൈറ്റിൽ ജിഞ്ചറിൽ കുടിക്കുന്നത് നല്ലതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ക്യാൻ എടുത്ത് കുടിച്ചു. പിന്നെ ഇവരുടെ ഈ ക്രൊസോൺറ്റ് കുറച്ച് ഡ്രൈ ആയി തോന്നിയാലും ഇറ്റ് വാസ് റിയലി ഗുഡ്, ഫ്ലേക്കി, ബട്ടറി, ആൻഡ് ദ ജാം വാസ് എ പെർഫെക്റ്റ് അക്കമ്പനിയൻ. ആൻഡ് ദിസ് യോഗേർട്ട്, ഇതൊരു ഡെസേർട്ടായിരുന്നു, പക്ഷെ ഓവർ സ്വീറ്റ് ഒന്നുമല്ല. ഒരു പെർഫെക്റ്റ് വേ ടു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല പോർഷൻ സൈസും ഉണ്ട്. ഐ ലവ് ദ ക്രീമി ടെക്സ്ചർ. ആൻഡ് സാധാരണ നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള യോഗേർട്ടൊന്നും കിട്ടാറില്ല ഫ്ലൈറ്റിൽ. എന്നാലും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി
എഴുന്നേറ്റതും ഖത്തറിലെത്തി. വളരെ സ്മൂത്ത് ഫ്ലൈറ്റ് ആയിരുന്നു. ഖത്തർ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ എയർപോർട്ടിലേക്ക്. അവർ ബസ്സിൽ കൊണ്ടുപോയി ഏകദേശം ഒരു 9-10 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. പാവം വേദു രാവിലെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ തന്നെ വിളിച്ചുടഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. പ്രിയ മിസ്സായിപ്പോയി. പ്രിയ വേറെ ബസ്സിലായിപ്പോയി. ഞങ്ങൾ ആദ്യമേ എന്തായാലും നേരെ ഖത്തർ എയർപോർട്ടിലേക്ക് പോയി. ഞങ്ങൾ ആദ്യത്തെ ബസ്സിൽ കയറി വന്നു. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നെ കാണാതായാൽ. അത് എപ്പോഴും ദിലുനൊന്ന് അറിയിക്കണം എന്നുണ്ട്. ദിലു ഭയങ്കര സ്പീഡിലല്ലേ നടക്കുന്നേ. ഞാൻ വേറെ ബസ്സിലല്ലേ കയറി വന്നേ. എയർപോർട്ടിനകത്ത് എന്ത് മിസ് ആവാനാ? വൈഫൈ കണക്ട് ചെയ്ത് വിളിക്കാലോ. ബാ പോവാം. കണ്ടാ? താങ്ക് യു വേദു. വി ആർ വൺ ടീം. മർഹബ ബിക്കും ദോഹ. ഞാൻ തെറ്റാ പറഞ്ഞത്. ഫൂളായി. അപ്പൊ വെൽക്കം ടു ദോഹ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഓവർ. ദില്ലു എന്ത് പറയാൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ എന്നെ പറയും. അതെന്താണ് അർത്ഥം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺട്രി ദോഹ. പ്രിയയുടെ 51st ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന കൺട്രി. അതെ. അപ്പൊ 55th ബർത്ത്ഡേ ഇൻ ദോഹ. 51st ബർത്ത്ഡേ ദോഹ. അത് ഈ ദോഹയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ദോഹയിലാണ് വന്നത്. ഇവിടെ ഞങ്ങൾ 4 ദിവസത്തെ സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. സോ നമുക്ക് സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 ദിവസം വിസ ഇല്ലാതെ ഇറങ്ങാം. ഡിസ്കവർ ഖത്താർ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് മാത്രം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്താൽ മതി. ആ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിൽ കിട്ടും. എനിക്ക് ഓൾമോസ്റ്റ് 70% ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. സോ അങ്ങനെ ഞങ്ങൾ 4 ദിവസം ദോഹയിൽ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെരി 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 എക്സൈറ്റഡ് അബൌട്ട് ദോഹ. കാരണം കുറേ സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കുറേ സ്ഥലങ്ങൾ വേദുവിനെ കൊണ്ടുപോകാനുണ്ട്. അതുപോലെ തന്നെ ജെഫ്രിൻ ഇവിടെ ആയിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ട് ജെഫ്രിൻ പറഞ്ഞ സ്ഥലത്ത് പോയി മന്തി കഴിക്കണം എന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ വൺസ് അഗൈൻ ഗൈസ്, വെൽക്കം ടു ദോഹ. റോയ് ചേട്ടൻ ഇവിടെ തന്നെ വല്ല നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. രാവിലെ തൊട്ട് വെയിറ്റിംഗ്. ആദ്യമായിട്ടാണ് ദോഹയിൽ ഇത്രയും ഭംഗിയുള്ള ഒരു കാർ പാർക്ക് കാണുന്നത്. എല്ലാവരും ഇൻഡിവിജ്വൽ നമ്മുടെ പന്തല് പോലെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. റോജടാ എന്താണ്? ജഫ്രിൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വിട്ടത്. ഇല്ലല്ലോ, ലീവാണോ? ഈ കാണുന്നുണ്ടല്ലോ വേൾഡ് കപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സ്റ്റേഡിയം ആണ് 974 സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഫുൾ കണ്ടെയ്നേഴ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. 974 കണ്ടെയ്നേഴ്സ്. അത് കൊള്ളാലോ. അത്ര എന്തായാലും പൊളിക്കും. ഞാൻ എപ്പോഴാ വന്ന? ഒരു 8 വർഷം മുമ്പ് വന്നേ. ഒരുപാട് ചേഞ്ച് ഇല്ലേ? ഫുൾ സെറ്റായി. ഓക്കെ. ശരിക്കും ഖത്തർ കണ്ടു കഴിഞ്ഞാൽ ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചറും പക്ഷെ അതിന്റെ ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത്. എല്ലാം വലിയ വൈഡ് റോഡ്സും സറൗണ്ടിങ്സ് ഒക്കെ. പിന്നെ എല്ലാം മരുഭൂമി പോലെ തന്നെയാണല്ലോ. പക്ഷെ ട്രാഫിക് ഇല്ലേ ദുബായിലൊക്കെ ഈ ടൈം. ആക്ച്വലി വന്ന എല്ലാ പ്രോഗ്രഷനും ഈ വേൾഡ് കപ്പ് ബേസ്ഡ് ആണ്. ഇത് വേൾഡ് കപ്പിന് വേണ്ടി ഡെക്കറേഷന് വേണ്ടി എല്ലാ കൺട്രിയുടെയും ഫ്ലാഗ്സ് വെച്ചിരിക്കുക വേൾഡ് കപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഫോട്ടോ പോയിന്റ്സ്. ആ ഒരു ഒരു നമ്മുടെ സ്കൈ ലൈൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അത്രയും നോക്കിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഡെവലപ്മെന്റ്. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ കാലിയായിരിക്കും. പക്ഷെ ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടല്ലോ വെളിയില് കമ്പാരിറ്റീവ്ലി. വേൾഡ് പൊളിക്കുമല്ലോ. വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡിൽ വന്ന് പൈസ കൊണ്ട് പ്രിയം പൊളിക്കാൻ പോവാണ്. അപ്പൊ ഇത് പുൾമാൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഞാൻ ദോഹയുടെ ഫുൾ ചെലവന്റെ ഫുൾ 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് ഫോർ ഹാഫ് സെഞ്ചുറി തികഞ്ഞയില്. തൊട്ടപ്പുറത്ത് ഗേറ്റ് വേ മോളും ഉണ്ട്. ഇവിടെ ഒരു കിടില സർപ്രൈസ് ഉണ്ട്. വാ, ഇവിടെയല്ല, ഞാൻ തരുന്നുണ്ട്, വെയിറ്റ് ചെയ്തോ. എന്നോട് 1 വർഷമായിട്ട് പറയുന്ന ലിബിന് മാത്രം അറിയാം. എന്നോട് പറഞ്ഞത് എന്തിനാ ദോഹ വരെ, നമുക്ക് നേരിട്ട് നമ്മുടെ രാജ്യത്ത് പോയാൽ പോരായിരുന്നു എന്ന്. ഇപ്പൊ ദോഹ 4 ദിവസം കഴിയുമ്പോ പറയും ഇനി തൊട്ട് എപ്പോഴും നമുക്ക് ദോഹ വഴി വന്നാൽ മതി എന്ന് പറയും. നോക്കിക്കോ, അത് റോയ് ചേട്ടനും കൂടെ അല്ലേ കൂടെ. നോക്കിക്കോ ഇപ്പൊ. വേദു ഫസ്റ്റ് ടൈം ഇൻ ദോഹ. സോ വെൽക്കം ടു ദോഹ. അപ്പൊ ഇവിടെ രാവിലെ സമയം 8 മണിയാണ്. 3 മണിക്കാണ് ശരിക്കും ചെക്ക് ഇൻ. പക്ഷെ ഞങ്ങളെ അവര് 10 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ റോയ് ചേട്ടൻ നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോവാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരാ.
എനിക്ക് ആക്ച്വലി ഗൾഫിൽ കൊറേ ക്രേവിംഗ് ഉണ്ട്. എല്ലാം തീർത്ത് തരണം കേട്ടോ റോയ് ചേട്ടാ. എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാത്ത ഒരു സാധനം ഇല്ല, കിട്ടാത്ത ഒരു ഐറ്റവും ഇല്ല. നല്ല ക്വാളിറ്റി സാധനം കിട്ടും. നമ്മുടെ കേരള ഫുഡ് നല്ല കിട്ടുമോ? കേരള ഫുഡൊക്കെ ബെസ്റ്റ്. കേരള ഇതിൽ ആദ്യമേ ലബന കഴിക്കാം, അത് കഴിഞ്ഞിട്ട് സാത്ര കഴിക്കാം. നല്ല ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ്ലി സ്ക്വീസ്ഡ് ഓറഞ്ച് ജ്യൂസ്. ഇല്ല, പക്ഷെ അത് ലൈറ്റ്, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. ഇതൊക്കെ ആക്ച്വലി ലെബനീസിന്റെ ഒരു സോൾ ഫുഡ് എന്ന് പറയാം. സോ ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ അവരുടെ ഒരു സ്പെഷ്യൽ ചീസും ഫ്രഷ്ലി ബേക്ക്ഡ് ആവും, വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ സാത്ര ആണെങ്കിലും എള്ളല്ലേ, അടിപൊളി, നല്ലല്ലേ. ലെറ്റ് ദ സെലിബ്രേഷൻസ് ബിഗിൻ അല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ റോയ് ചേട്ടൻ? അല്ലേ അല്ലേ, നമ്മുടെ പറ്റിയ വൈബല്ലേ. ഇത് കണ്ട് ചിരിക്കുന്ന ആരാന്നറിയോ? ജഫ്രിനായിരിക്കും, എന്റെ ഫ്രണ്ട്. സത്യം റോയ് ചേട്ടൻ അതാ പറഞ്ഞത്. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഈ വലിയ ട്രിപ്പിന്റെ ഫസ്റ്റ് റൂം ടൂർ ഒരു അടിപൊളി റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അല്ല, എനിക്കൊന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവര് ജസ്റ്റ് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ വൈഫിന്റെ ബർത്ത്ഡേ കെൻ യു ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ലെറ്റ് മീ സീ. അപ്പൊ നമുക്ക് നേരത്തെ ചെക്ക് ഇന്നും തന്നു, റൂമും അപ്ഗ്രേഡ് ചെയ്ത് തന്നു. എന്താന്ന് ഇത് ആവേശം കൂടിയതാ. ഹായ് ഗൈസ്, വെൽക്കം ടു പുൾമാൻ ദോഹ. ഓക്കേ, ആൻഡ് ഹൗസ് ദ അപ്ഗ്രേഡ്? ഇറ്റ് ഈസ് എന്താ പറയണ്ടേ ഞാൻ, ഇറ്റ് ഈസ് ജസ്റ്റ് സൂപ്പർ ഡൂപ്പർ അൺബിലീവബിളി ഓസം. അടിപൊളിയല്ലേ? ഖത്തർ അടിപൊളിയല്ലേ? ഖത്തർ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഖത്തർ. അധികം ക്രൗഡഡും അല്ല. കേറി വരുമ്പോ തന്നെ ഖത്തറിലും വലിയ മിററുണ്ട്. കൊറേ നാളല്ലേ ഞാൻ പറഞ്ഞിട്ട് അല്ലേ? പിന്നെന്താ ഇങ്ങോട്ടേക്ക് വന്നാൽ അവിടെയും ഒരു വലിയ മിററുണ്ട്, ചെറിയ മിററും ഉണ്ട്. പിന്നെ അതവിടെ ബാത്തബും ഉണ്ട്, പിന്നെ വലിയ ഷവർ ക്യൂബിക്കലും ഉണ്ട്. അതുപോലെ തന്നെ ഏത് ടോയ്ലറ്റിലാണ്, ടോയ്ലറ്റിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. പിന്നെ 2 വഴി പോവാം. പ്രിയ ആ വഴി വയ്ക്കാം, ഞാൻ ഈ വഴി വരാം. ഞാൻ ഈ വഴി തന്നെ വരാം. പിന്നെ ഇവിടെ എല്ലാ വാർഡ്രോബ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ്. ലഗേജ് റാക്കും വലിയൊരു സ്പേസ്, സിറ്റിംഗ് ഏരിയ പോലെ അടിപൊളി. ഓ അതെ അതെ, നൈസ് കാർപ്പറ്റ്, സ്റ്റഡി ഏരിയ, സ്റ്റഡി ടേബിൾ എല്ലാം ഉണ്ട്. ആൻഡ് ഫൈനലി ദ വ്യൂ. അതെ, എല്ലാം ഒരു ബ്ലൂ ടിന്റ് ആയിരുന്നു, അതേ ഒന്ന് ഓഫ് ചെയ്തെടുത്ത. വ്യൂ കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്ന് ബെഡിലൊന്ന് ഇരുന്ന് നോക്ക്. പുൾമന്റെ ബെഡ്സ് ആർ അമേസിങ് ആക്ച്വലി. എക്സ്ട്രാ സോഫ്റ്റും അല്ല, ആ സമയത്ത് എക്സ്ട്രാ ഫേമും അല്ല, ജസ്റ്റ് പെർഫെക്റ്റ്. അതെ, റോയ് ചേട്ടൻ ഉച്ചയ്ക്കുള്ള സ്ഥലമൊക്കെ ജഫ്രൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മീൽ അവിടെ പോയി കഴിക്കണം എന്ന്. അത് കഴിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ റോയ് ചേട്ടൻ അത് പറ്റില്ല. ആ കൂടെ 4 ദിവസമേ ഉള്ളൂ. ഇന്ന് അവിടെ പോയേ മതിയാവൂ. ഇപ്പൊ ഇനി വ്യൂ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ് മൊത്തം, പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. നോക്ക്, തൊട്ടടുത്ത് ഇങ്ങനത്തെ നമ്മുടെ ഒരു ദുബായിലെ ഷെയ്ഖ് സായിദ് ഒരു മിനിയേച്ചർ വേർഷൻ. അടിപൊളി. എന്തായാലും കൊള്ളാം, സെറ്റപ്പ് ആയിട്ടുണ്ട്. ദോഹ സൂപ്പറാ, തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പയ്യെ. സോ ഗായ്സ്, നന്നായി ഉറങ്ങി. റോയ് ചേട്ടന് ഉച്ചയ്ക്ക് ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞാണ്, ജെഫ്രിൻ നമ്മള് സജസ്റ്റ് ചെയ്ത ഒരു അഫ്ഗാൻ ബ്രദേഴ്സ് പറഞ്ഞ ഇതൊരു ബിരിയാണി മന്തി സ്ഥലം ഉണ്ട്, അവിടെ പോണം എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞതാ. നല്ല ഉറക്കമല്ലേ ഈ ഒരു ബെഡില്. സോ ഇനിയിപ്പം ഈവനിങ് ചായ. ആൻഡ് ഞങ്ങൾക്ക് എന്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സൂഖ് വാക്കിഫ്. അങ്ങോട്ട് കൊണ്ടുപോകും. സൂഖ് വാക്കിഫ് ഇവിടുത്തെ ഏറ്റവും ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലം കൂടിയാണ്. സോ സൂഖ് വാക്കിഫത്തെ കുറിച്ച് ഒന്ന് പറയാം. ആദ്യമേ റോയ് ചേട്ടനും താഴെ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ എവിടെയോ സമാവർ ചായയൊക്കെ കുടിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഖത്തറിന്ന് പോകുമ്പോ തന്നെ ലൂസ് ചെയ്ത വെയിറ്റ് മൊത്തമായിട്ട് ഗെയിൻ ചെയ്യുക. അമ്പോ, എന്ത് സ്റ്റൈലാന്ന് നോക്കിക്കേ. വാവ്, 2 അമ്മയും 3 സ്റ്റൈല്. നന്നായിട്ടുണ്ട്.
ജാക്കറ്റ് ഒക്കെ ഇപ്പൊ വെളിയിൽ എടുക്കുമ്പോ ടർക്കിയിൽ വെച്ച് നമ്മൾ ഉപയോഗിച്ചത്. അതെ റോയ് ചേട്ടൻ നമുക്ക് ലഞ്ച് വാങ്ങി തരാൻ വേണ്ടി വെയിറ്റിംഗ്. ഇപ്പൊ ബിരിയാണി മണി ആരെ കിടന്ന് ഉറങ്ങി ഇത്ര കൊള്ളാലോ. രാത്രി ആകുമ്പോഴാണ് ശരിക്കും ഖത്തറിന് ഭംഗിയല്ലേ. എയർപോർട്ടിൽ നിന്ന് വന്നില്ലേ ആ റോഡിലെ അതെ ഗ്രീൻ ആയി കൊള്ളാം കേട്ടാ. അപ്പൊ സൂക്കോക്കിന് കയറുന്നതിന് മുമ്പ് ഇത് കണ്ട സിറ്റിയുടെ നടുക്കായിട്ട് പോലും അവര് ഈ ഒരു ഏരിയ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഇത് പഴയ ബിൽഡിങ്സ് പോലെ വെച്ചിട്ട് നേരെ നമ്മുടെ സൂക്ക് വാക്കിഫിലേക്കുള്ള എൻട്രൻസ്. പക്ഷെ സറൗണ്ടഡ് ബൈ മോഡേൺ ദോഹ, മോഡേൺ ഖത്താറാണ്. അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നോക്കിക്കോ വേറൊരു ലോകമായിരിക്കും. ട്രാൻസ്പോർട്ട് ടു ദ പാസ്റ്റ് ആയിരിക്കും. അത് റോയ് ചേട്ടനും പ്രിയയും ടിൻ ചേച്ചി അതിൻ്റെ അകത്താണ്. സൂക്ക് വാക്കിഫിലേക്ക് കയറാനുള്ള ബ്ലോക്ക് മാസീവ് ആണ്. വേദുവിന് ഭയങ്കരമായിട്ട് വിശക്കുന്നു. രാവിലെ ലബന മാത്രം കഴിച്ചതല്ലേ ഉള്ളൂ ജബന. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫ്ലവർ ഷോ എന്തോ നടക്കുവാണ്. ഐ ലവ് സൂക്ക് വാക്കിഫ്. ഒരു ഫീല് തന്നെയാണ് കേട്ടാ. അപ്പോൾ സൂക്ക് വാക്കിഫിന്റെ റഷ് നോക്ക്. ഇന്ന് വീക്കെൻഡ് പോലും അല്ല കേട്ടാ. പക്ഷെ ഞാൻ ഇതൊക്കെ കാണിക്കാം. ഇന്ന് നമ്മൾ ഫുൾ ഇവിടെയാണ്. ആദ്യമേ വേദുവിന് ഫുഡ് വാങ്ങിക്കൊടുക്കട്ടെ. ഞങ്ങൾ കെഫെ ബീനറി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. വേദുവിന് ചോക്ലേറ്റ് ക്രോസാനിൽ തുടങ്ങി. പീപ്പിൾ വാച്ചിങ് അൽഫ്രെസ്കോ ഡൈനിങ് എന്നൊക്കെ പറഞ്ഞ പോലെ. അൽഫ്രെസ്കോ ലൈക്ക് ഔട്ട്ഡോർ ഡൈനിങ്, ബ്യൂട്ടിഫുൾ ആംബിയൻസ്. അപ്പൊ സൂക്ക് വാക്കിഫിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഒരു മോർ ദാൻ എ ഡിക്കേഡ്, സോ ലൈക്ക് 100 years മോർ ഓൾഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഹബ്ബ് തന്നെയായിരുന്നു. പണ്ടും ഇത് ട്രേഡിംഗ് ആയിരുന്നു. പക്ഷേ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ, ഇതിന്റെ സൈഡിൽ റിവർ ആയിരുന്നു. റിവറും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് സീ വാട്ടർ ഒക്കെ ഓവർഫ്ലോ ചെയ്യുമായിരുന്നു. സോ വാക്കിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് എന്നാണ്, എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പണ്ട് അപ്പോൾ ട്രേഡേഴ്സ് അവർ പറയുന്നത് നിന്നുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബിക്കോസ് വെള്ളം ഓവർഫ്ലോ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സൂക്ക് വാക്കിഫ് എന്നുള്ള പേര് പറഞ്ഞത്. ഇന്നും അവർ ആ ഒരു കൾച്ചർ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ബിൽഡിങ്സ് ഒക്കെ മോഡേണൈസ് ചെയ്താലും ആ ഒരു പഴയ എസെൻസ് ഇവിടെ വെച്ചിട്ട് മെയിനായിട്ട് കഫേസ്, ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റ്സ്, സൂവനിയേഴ്സ്, ഇറ്റ്സ് ജസ്റ്റ് എ പ്ലേസ് യു ഹാവ് ടു മസ്റ്റ് കം ആൻഡ് വിസിറ്റ്. കാരണം ദോഹ എന്നല്ലെങ്കിൽ ഖത്തർ എന്ന് പറഞ്ഞ കൺട്രിക്ക് വലിയ ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷേ ഉള്ള ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സൂക്ക് വാക്കിഫ് തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുന്നത് ഒരു അടിപൊളി ഫീലിംഗ് ആണ്, എസ്പെഷ്യലി ഇൻ ദ വിന്റേഴ്സ്. എന്താ കഴിച്ചോണ്ട് വന്ന് കോണോ? ഈ സൂക്ക് വാക്കിഫിൽ ഒരു ചാം എന്ന് അറിയോ, ഇത് വളരെ എന്താ ഒരു ഹോളിന്റെ വാൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വളരെ നോർമൽ സ്ഥലമാണ്. വലിയ സീറ്റിംഗ് ഏരിയ ഒന്നുമില്ല. ഈ ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഫ്രഷ്ലി ബേക്ക് ബ്രെഡ്സും അവരുടെ കുബൂസും, ഞാനിപ്പോൾ ഒരു ഹോം മെയ്ഡ് പിസ്സ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ബേക്ക് ചെയ്തത്, ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇറ്റ്സ് ജസ്റ്റ് സോ ചാമിങ് ദിസ് പ്ലേസ്. അതിൻ്റെ കൂടെ ഇത് വേറെ വലിയ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇരിക്കാനുള്ള ഇതുപോലെ ഈ ഔട്ട്ഡോർ ഡൈനിങ്ങും. അതുകൊണ്ട് വിന്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ക് വാക്കിഫ് ഇസ് ഹെവൻ. സൂക്ക് വാക്കിഫിലെ ATM വെച്ചിരിക്കുന്ന ബിൽഡിംഗ് തന്നെ നോക്ക് പ്രിയ. അത് വേറെ ഒരു പഴയ സ്റ്റൈൽ അല്ലേ? എങ്ങനെയുണ്ട് സൂക്ക് വാക്കിഫ്? എങ്ങനെയുണ്ട്? നല്ല വൈബാ. ദോഹ സൂപ്പർ അല്ലേ? പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ വേണമെന്ന്. പിന്നെ അവന് മറ്റേ സ്ഥലത്ത് പോകാനുള്ള വെപ്രാളോ അല്ലേ? എന്താ പിന്നെ ആരും ദോഹ വരാൻ പാടില്ലെന്ന് നോക്ക്. കംപ്ലീറ്റ് സൂവനിയേഴ്സ്. അതേ പറഞ്ഞ എല്ലാം ഉണ്ട് ഈ മാർക്കറ്റിൽ കേട്ടാ. എന്ത് രസമായിട്ടുള്ള സൂവനിയേഴ്സ് ആണ് നോക്ക്. മാജിക് ലാമ്പ്, ഇത് മാജിക് ലാമ്പ് ചെയ്തു. ഇതിന്റെ അകത്ത് നിന്ന് റബ്ബ് ചെയ്താൽ ചിലപ്പോൾ ജീനി വരും. ഗുഡ് ബോയ് ആണെങ്കിൽ. അറിയോ ജീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗോസ്റ്റാ, ഫ്രണ്ട്ലി ഗോസ്റ്റ്. എന്നാ ഓടിക്കോ. ഇങ്ങനെയായിരുന്നു പഴയ സൂക്ക് വാക്കിഫ് അല്ലേ? വന്നിട്ടുണ്ടോ റോയ് ചേട്ടൻ ആ ടൈമില്? പഴയ സൂക്ക് വാക്കിഫ് 100 വർഷത്തോളം പഴക്കമുണ്ട്. ഇത് 100 വർഷം പഴയതല്ല, പക്ഷെ എന്നാലും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയാക്കി. ഭയങ്കര വൈബാ സൂക്ക് വാക്കിഫ്. ദുബായ് പോലും ഇങ്ങനത്തെ ഒരു വൈബില്ല. അത് പഴയ ടെക്സ്ചറാ. നോക്ക് ഈ പഴയ ബിൽഡിംഗ് ഒക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അകത്ത് പക്ഷെ എല്ലാ ഈ എന്താ പറയുന്ന ഒരു ബ്രോഡ്വേ മാർക്കറ്റ് പോലത്തെ സാധനങ്ങളുണ്ട്. പെർഫ്യൂംസ് തൊട്ട് ഡീകോർസ്, ആൾക്കാരിരുന്ന് ശീശ വലിക്കുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ വൈബ്. പെർഫ്യൂം സെന്റർ. ഇതാ പഴയ ഫോൺ. വേദം അറിയോ എങ്ങനെയാണ് പണ്ട് അമ്മ അപ്പനെ വിളിച്ച് കറക്കുന്നത്? ഈ ഫോണിൽ വിളിച്ച്. അല്ല, എന്നെ കറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിക്കാറില്ലായിരുന്നു. ആർക്ക്?
പാത്രക്കട വരെ ഉണ്ട് ഇതിന്റെ അകത്ത്. സാധാരണ പാത്രക്കട. അത് ഇവിടുത്തെ ചായ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാ. ഊതണ്ട ഊതാ പറഞ്ഞു കഴിഞ്ഞാൽ റോയിച്ചേട്ടായിരിക്കും കേട്ടോ. അതെ ഈ സാധനമാണ് ഊത്. ഇതിന്റെ ഇപ്പൊ ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡ് ആരോ വന്നു, ഒരു മലയാളിയുടെ 17 കോടിയുടെ ഊത്, ഒറ്റ ഒരു മരക്കൊമ്പ്. ഇതാണ് ഊത്. ഞാൻ വെച്ച് ഊതൂലേ, അതല്ല അതാ ഊത്. എന്റെ പ്രിയ ശീശ അതാ ഊത്. അതല്ല, ഇതാണ് ഊത്. ഊതൊരു മരമാ. ഈ സ്ട്രീറ്റ്സിലൊക്കെ ഈ ഊതിന്റെ പോലത്തെ മണമാണ്. ഇത് എല്ലായിടത്തും ഇത് കത്തിച്ചു വെച്ചോണ്ട് അത് ഇവിടെ കൂടെ നടക്കുമ്പോ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഫീലും ആംബിയൻസും തരും. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഊതിന്റെ മണം കൂടെ വരുമ്പോ ഇത് നമ്മുടെ യൂറോപ്പിലൊക്കെ ഓൾഡ് ടൗണിൽ നടക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? അണ്ടർഗ്രൗണ്ട് സിറ്റി ഒക്കെ പോലെ കപ്പഡോക്കിയല്ല ആ ഒരു ഫീലിംഗാ. നോക്ക് ഇവിടെ ബേർഡ്സ്. ഈ കോഴീനൊക്കെ ഞാൻ കൊണ്ടുപോയാൽ കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ എന്തോരം ബേർഡ്സാ നോക്ക്. ഇത് ഒരു ബേർഡ്സിനെ വിൽക്കുന്ന മാത്രം ഏരിയ ആണ്. അത് ഹെന്ന. ടോട്ടോയ്സ് നേരെ 2 പീസ് എന്നൊക്കെ വെച്ചിരിക്കും. നമുക്ക് പീസിന്റെ 2 പീസിന് എത്രയാ? 4000 രൂപ. ഈ മുകളിലത്തെ പീസ് 4500. ഇല്ല, ഇത് കഴിക്കാനാ, വളർത്താനാ. നോക്ക്, ഇതിന് 2 എണ്ണത്തിന് 2500 രൂപ പീസ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. പിന്നെ നോക്ക്, ഇത് ക്യാറ്റ് കളിക്കുന്ന നോക്ക്. പാവം ക്യാറ്റ്. ഇതൊന്നും പറന്നു പോകാത്ത എന്താ? കൈ കാണിക്ക്. അയ്യോ, പ്രിയനെ പോലെ ഇരിക്കുന്ന റാബിറ്റ്, നല്ല തടിച്ച് കൊഴുത്ത്. നോക്ക്, അപ്പനെ പോലെ ഇരിക്കുന്ന. അപ്പയ്ക്ക് അതിനെ കാട്ടി തടിയുണ്ട്. അപ്പ ഇപ്പൊ സ്ലിം ബ്യൂട്ടി ആയി, അറിയോ? എന്തൊരു എക്സൈറ്റ്മെന്റ്. എന്തിനാ സിംബയുടെ വായ പോവാൻ? സിംബ ചിലപ്പോ പേടിച്ചോടും. ഒരു പഴയ ഫോർട്ടിന്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ്. ഈ ദോഹയിലുള്ളവർക്കൊന്നും വലിയ കാര്യമായിരിക്കില്ല ഓബിയസ്ലി, പക്ഷെ അതാണ്. അത് ഒന്നുമില്ല, ബേർഡ്സ് ഉണ്ടായിട്ട് പോലും. ഓപ്പൺ എയറും കൂടെ അല്ലേ? പിന്നെ നന്നായി എല്ലായിടത്തും ഊതിന്റെ മണമല്ലേ. എന്റെ ഇവിടെ നല്ല മൊറോക്കൻ മറ്റേ ലാമ്പ്, മറ്റേ മൊറോക്കൻ ലാമ്പ്, മറ്റേ കസ്കസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കിട്ടും. കുനാഫ റോയ്ച്ചേട്ടൻ കിഡില്ല സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇനി ഞാൻ ദോഹ വരാണെങ്കിൽ ഞാനും ജഫറിനെ വരുന്നുള്ളൂ കേട്ടാ. ദോഹനെ പറ്റി കുറെ കുറ്റം പറഞ്ഞ ആളല്ലേ, അമ്മയും മോനും. ദോഹ കൊള്ളില്ലാന്ന്. ഒന്ന് ചിരിച്ചു നോക്കി നടന്ന. ഇത് നമ്മള് മറ്റേ ബോംബെയിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലെ ഇല്ലേ? പക്ഷെ ഒരു കാര്യം അറിയൂ, ഇവിടെ എല്ലാം ഓരോ രാജ്യത്തിനായിരിക്കും. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശിലെ സാധനങ്ങളായിരിക്കും മൊത്തം. പക്ഷെ റേറ്റ് 2 ഇരട്ടിയായിട്ട് 3 ഇരട്ടിയായിട്ട് കൊടുക്കും. കൂടുതൽ ഡ്രസ്സ് ഇന്ത്യയുടെ കാണും. നോക്കി, ഇതിനൊക്കെ ചുമ്മാ 3000 രൂപയ്ക്ക്. അതെ, ഖത്തറിക്കാരെല്ലാരും നാട്ടിൽ വന്നാൽ മതി കേട്ടാ. വന്നാൽ മതി. ഇവിടെ 3000 ഉള്ള സാധനത്തിന് നമുക്കൊരു നാട്ടിൽ ഒരു 1000 രൂപയ്ക്കൊക്കെ കിട്ടും. ബെറ്റർ ക്വാളിറ്റി. ലൈറ്റിംഗ് അല്ലേ പ്രിയ? മൊത്തം വോം ലൈറ്റും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗി കേട്ടാ. ശരിക്കും ഒരു പിന്നെ പഴയ ആ ബിൽഡിങ്ങും പിന്നെ മെയിൻ്റനൻസും പിന്നെ മണവും ഒരു എക്സ്പീരിയൻസ്. വിഷ്വൽ, പിന്നെ സ്മെല്ല്, പിന്നെ എന്താ പറയാ, എല്ലാ സെൻസസും ഇഗ്നൈറ്റ് ചെയ്യും അല്ലേ? അതെ, അത് ഈ വെതറും കൂടെ ആയതുകൊണ്ടാ. അകത്തുണ്ടല്ലോ തിയേറ്റർ വരെ ഉണ്ട് കേട്ടോ, നോ സിനിമാസ്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രോസൺ പോപ്കോൺ കഴിക്കുന്നത്. അതിപ്പോഴും ഉണ്ടോന്ന് അറിയില്ല, ഖത്തറിലുള്ളവരൊന്ന് കമന്റ് ചെയ്യാം. എന്തായാലും ഭയങ്കര വൈബ്. ഞാൻ ഇവിടെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കണ്ടു, അതൊന്ന് പോയി തപ്പി കഴിക്കാനാണ് ഇപ്പൊ പോകുന്നത്. ടർക്കിഷ് ഐസ്ക്രീം,
അത് ചിലപ്പോൾ വേദന ഇഷ്ടപ്പെടും എൻ്റെ കളിയൊക്കെ. കഴിക്കുന്നുണ്ടോ ഇപ്പോൾ? ഡിന്നർ കഴിക്കാനുള്ളതാണ്. എന്ത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. ഇത് റിയൽ മറ്റേ ലണ്ടൻ പരിപാടിയാണോ അതോ മറ്റേ ലോക്കൽ ചോക്ലേറ്റ് ആണോ എന്നൊക്കെ കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. ഒരെണ്ണം പോലും ബാക്കി വെച്ചില്ല. ഇപ്പൊ മനസ്സിലായോ റോയ്ചേട്ടന്റെ അവസ്ഥ? മനസ്സിലായല്ലോ. എല്ലാരും വിചാരം ഞാനാണ് കഴിക്കുന്നതെന്ന്. ഇതിൽ എത്ര എണ്ണം ഞാൻ കഴിച്ചു? ഇപ്പോഴാണ് കണ്ടത്. ബിഹൈൻഡ് ദ സീൻസ് ആൾക്കാരുണ്ടെങ്കിലും സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ഇവിടെ ഫ്ലവർ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഫ്രീ എൻട്രൻസ് ആണ്. അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് കേറി കാണാമല്ലോ. നല്ല രസമായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് പാട്ടെന്ന് അറിയോ? വീണ്ടും ഞാൻ പറഞ്ഞ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൂക്ക് വാക്കിഫ്. എന്ത് രസവും നോക്ക്. രാത്രി ഇങ്ങനത്തെ നല്ല വെതറിൽ കൂടെ ഏകദേശം ഒരു 20 ഡിഗ്രീസ് 19 ഡിഗ്രീസ് ആയിരിക്കും. റിയൽ ഫ്ലവേഴ്സ് അവർ ടെമ്പററി ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഒരു എക്സിബിഷൻ. കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ നമുക്ക് സാധനങ്ങളും വാങ്ങാം വേണമെങ്കിൽ. ഓറഞ്ച് ഇത് വീട്ടിൽ നിറച്ചു കഴിഞ്ഞാൽ ഡെയിലി ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. ഇത്രയേ ഉള്ളൂ. ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത്. അപ്പൊ പിന്നെ ഒരു വാങ്ങ്, എന്തോരം പൈസ ലാഭിക്കാം. ഡെയിലി ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന ആളല്ലേ. രാവിലെ പോയി പറിക്കുക, ഓറഞ്ച് അടിക്കുക, കുടിക്കുക. എല്ലാ ദിവസവും വരില്ലല്ലോ. അത്രയും കൂടുതൽ വളർത്തണം. അപ്പൊ ഡെയിലി കുടിക്കാൻ കിട്ടുമല്ലോ. അതൊക്കെ പാർവതി ഒഴിച്ചോളൂ. കൊള്ളാലോ. ഒറ്റയ്ക്ക് പോവാ അവിടെ ക്യാമലിൽ കയറാനായിട്ട്. ഇനി അവന് പേടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ക്യാമലുണ്ട്, ഇപ്പുറത്ത് ടോയ് ഉണ്ട്, അല്ലാതെ ഇപ്പുറത്ത് പോണി റൈഡിങ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ്. ഒരു കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ ആണ് സൂക്ക് വാക്കിഫ്. ഇപ്പൊ ഒരു ചിരി കാണും എഴുതേക്കപ്പോ നോക്കിക്കോ. ഏയ് പേടിയൊന്നും കാണില്ല. സൂപ്പർ അല്ലേ? ഹായ് ഹായ്. കൊള്ളാവോ? ക്യാമലിന്റെ ബട്ടെന്ന്. ഓ ഓ ആ ദേ പോയി. ഇനി ഇറങ്ങിക്കോ. ഓ ഓ ഇനി പ്രിയയുടെ കേറിക്കോ. അതെ ക്യാമല് ആ ഇരിപ്പിന് പിന്നെ എഴുന്നേക്കില്ല. അല്ല ക്യാമല് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കേറിയിരുന്ന ക്യാമൽ പതക്കോ. അങ്ങനെയായിരുന്നു ക്യാമല്. എന്തിനാ പട്ടൊക്കെ മണക്കാൻ പോന്നെ? അയ്യേ. റോയ് ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത് കഴിക്കുന്നതാണ്. ഫ്ലോപ്പ് ആണെങ്കിൽ റോയ് ചേട്ടൻ ഉത്തരവാദി കേട്ടല്ലോ. ഇനി ഇവിടെ വരുന്ന മലയാളീസ് ഒക്കെ ഇവിടെ വന്ന് കഴിക്കും. മീനിന്റെ ആൾക്കാരാണ് നമ്മള്. ഇല്ല. അപ്പൊ നോക്കാം. പ്രിയക്കും ഇഷ്ടമാണ് ഗ്രിൽഡ് ഫിഷ്. റോയ് ചേട്ടന്റെ അതെ റെഡിയാക്കിയാ മതി. അതെ. അപ്പൊ ദനത് അൽ ബഹർ ബാർബിക്യൂ ഫിഷ്. ആംബിയൻസ് ആണ് നോക്ക് പ്രിയ. ഈ മരത്തിന്റെ ബ്രാഞ്ചസ് ആണ് ഇവിടെ നിന്ന് ഓപ്പൺ കോർട്ട്യാർഡ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് മേളിലൊക്കെ ഡൈനിങ്. 1 മണിക്കൂറൊക്കെയാ വെയിറ്റിംഗ് പറയുന്നത്. എന്നിട്ട് ഇവിടെ മസാലയാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഫിഷ് ഏതാണെങ്കിലും നമ്മൾ ഇതൊക്കെ നാട്ടിൽ കാണുന്നതാണ്. ഓബിയസ്ലി ഇവരുടെ കുക്കിങ്ങിലാണ് വ്യത്യാസം. നമ്മളൊക്കെ കഴിക്കാറാകുമ്പോഴേക്കും ചെമ്മീനൊക്കെ കഴിയാനാണ് സാധ്യത. ഇതെടുത്ത് അവരൊരു സ്പെഷ്യൽ രീതിയിൽ ഗ്രില്ല് ചെയ്ത് തരും. അതിൻ്റെ കൂടെ ഇവരുടെ റൈസ്. അതുപോലെ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. മീഡിയം മന്തിക്കൊക്കെ നാട്ടിലത്തെ 220 രൂപയൊക്കെ ഉള്ളൂ റൈസിന്. ഫിഷിനൊക്കെ നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെ. ഖത്തറിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡ് കഴിച്ചല്ലോ. ഐ മീൻ മറ്റേ കോഫിയൊക്കെ 3 കോഫി, നല്ല പോർഷൻ സൈസ്, ഒരു ക്രോസോണ്ട്, എല്ലാം കൂടെ 1000 രൂപയൊക്കെ ആവുന്നുള്ളൂ. എറണാകുളത്ത് ആ റേറ്റ് ഈ ക്വാളിറ്റി ഫുഡ് കിട്ടത്തേ ഇല്ല. സോ എനിക്ക് 4 ദിവസം കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ ഖത്തർ ഒരു പെർമനന്റ് ഹാങ് ഔട്ട് ഡെസ്റ്റിനേഷൻ ആകും. ഇപ്പം ഞങ്ങൾക്ക് പാർട്ടിയും അല്ലെങ്കിൽ വെള്ളമടി അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നല്ല കഫേസ്, കുറച്ച് കാം പീസ്ഫുൾ ഏരിയ, ഫാമിലി ഫ്രണ്ട്ലി സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഖത്തർ ഒരു നല്ല ഓപ്ഷനായിട്ട് വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു കേട്ടോ. കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ. നടുക്ക് സെൻറ്റർ പീസായിട്ട് ഇതുപോലെ ട്രീ പോയിട്ട് അതിൻ്റെ ഓപ്പണിങ് ഇവിടെ ഫുൾ റിയൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വെച്ചിട്ട് സൈഡിൽ മൊത്തം പഴയ രീതിയിലുള്ള ഡൈനിങ്. അതിൻ്റെ കൂടെ മുകളിലൊക്കെ ഇതുപോലെ ഓലയൊക്കെ ഇട്ടിട്ടുള്ള ഇടല സംഭവം. ഇവിടുത്തെ ഹൈലൈറ്റ് ഡിഷ് വന്നിട്ടുണ്ട് സീബാസിൻ്റെ ഗ്രിൽഡ് ആണ്. നമുക്ക് പല രീതിയിൽ ഗ്രിൽ ചെയ്യാം. ഇതൊരു കേരള മീഡിയം സ്പൈസി ആണ്. 3 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു രക്ഷയില്ല. ഫ്രഷ് ഫ്രം ദ സീ എന്നുള്ള രീതിയിലാണ്. അധികം സോൾട്ടി അല്ല അല്ലേ? സാധാരണ ഇത് ഭയങ്കര സോൾട്ടി കിട്ടാറുണ്ട്. ക്രിസ്പിയാണ്. ഫ്രഷ് കലമാറി അടിപൊളി. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു ചമ്മന്തിയാണ്.
ഇതും മന്തി റൈസും കൂടെ കഴിച്ച റോയ് ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ്. അത് ഫുൾ ഒറ്റയ്ക്ക് തീർക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തോ വണ്ണം വെച്ചത്. ഇവരുടെ മന്തി റൈസിന്റെ തന്നെ റിച്ച്നെസ് നോക്ക്. മീറ്റ് ഒന്നും ഇല്ല കേട്ടോ, വെറും ഈ മന്തി റൈസ്. അത് ഇതിന്റെ കൂടെ നോക്കും എന്ത് ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് ഫ്ലവർ പെറ്റൽസ്. നമ്മൾ ആ ഫ്ലവർ എക്സിബിഷൻ ഇതൊരു ഫ്ലവറാന്ന് പറഞ്ഞ് വെച്ചെങ്കിൽ ചിലപ്പോൾ അതും വിശ്വസിച്ചു പോയനെ. എടുത്ത് ഓ ഇതുകൊണ്ട് വണ്ണം കൂടിയ റോയ് ചേട്ടൻ വണ്ണം കൂടി എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റും. അത്ര അടിപൊളിയാണ്. ഖത്തറിലെ മസ്റ്റ് ട്രൈ. അതിന്റെ കൂടെ നമ്മൾ ഈ ആ ചട്ടനി പോലത്തെ സംഭവം കൂടെ വെച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. നമ്മള് ആ ഇവരുടെ മസാലയുടെ സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ ഒബ്വിയസ്ലി ദ ഫിഷ് ഇസ് അണ്ടർ കുക്ക്ഡ് ആണ്, കറക്റ്റ്ലി കുക്ക്ഡ് ആണ്, ഓവർ കുക്ക്ഡ് അല്ല. അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയി കിട്ടുന്നത്. ഇത് ഒരു പെർഫെക്റ്റ് സംഭവം. ഓ അതെ, രാത്രി നമ്മൾ തിരക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും മെയിൻ റോഡിലേക്ക് വന്നപ്പോഴേക്ക് റെസ്റ്റോറൻറ്റ്സ് ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഒരു കുനാഫ കഴിക്കണമെന്നുണ്ട്, പക്ഷെ വയറ് ഭയങ്കര ഫുള്ളായി. ഞാൻ അപ്പോഴേ പറഞ്ഞ 2 മീൻ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് പോയി കുനാഫ കഴിക്കായിരുന്നു. അല്ല ഇനി തൊട്ട് നമ്മളെ ഓർഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതെ, ഇത് ജെഫ്രിനെ തെറ്റിദ്ധരിച്ചിട്ട് അതൊന്നും നടക്കില്ല. എന്താ എന്നാ ഡോണട്ടും കൂടെ വാങ്ങാം. അവര് രാവിലെ തൊട്ട് ഡോണട്ട് വയ്ക്കുക. എന്നാ ഡോണട്ടും കൂടെ വാങ്ങിയിട്ട് റൂമിൽ പോവാ. റോയ് ചേട്ടൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ബെസ്റ്റ് കുനാഫ ദോഹയിൽ കിട്ടുന്നത് ഈ ഒരു സ്ഥലത്താണ് പറഞ്ഞത്. അപ്പോൾ അൽ അക്കീർ സ്വീറ്റ്സ് എന്നാണ് കടയുടെ പേര്. ഇങ്ങനെ വലിയ കുനാഫ എടുത്ത് കട്ട് ചെയ്ത് ആ ചീസ് പുള്ളും കൂടെ വന്ന് നമുക്ക് തരുന്നതായിരിക്കും. ഓ കഴിക്കാതെ പോകാനും പറ്റില്ല. ഏറ്റവും ചെറിയ കുനാഫ ഇതാണ്. നിന്നോണ്ട് കഴിക്കുക, വേഗം പോവാ, അതിനുള്ള സമയമുള്ളൂ. ഇരുന്ന് ആസ്വദിക്കണ്ടേ? വേണ്ട, നിന്നോണ്ട് വെച്ചാൽ ചിലപ്പോ താഴേക്ക് വീഴും. കുഴപ്പമില്ല. അതെ, ചേച്ചി പിടിച്ചോണ്ടിരിക്കും, ഞങ്ങള് കഴിക്കും. ഓ കൊള്ളാലോ. ഓ നല്ല വെതറും സൂക്കൊക്കെ നടുക്കൊന്ന് കുനാഫ കഴിക്കുന്നത് ഒരു എന്തേ അടിപൊളിയാണോ? നല്ല ചൂടാ അല്ലേ? നാട്ടില് കുനാഫയുടെ അടുത്ത്, ഐ മീൻ നാട്ടിലെ കുനാഫ അല്ല കുനാഫ, മനസ്സിലായോ? അതെ. ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ എന്തൊരു കഴിപ്പായിരുന്നു. ജസ്റ്റ് പെർഫെക്റ്റ്. ഓവറായിട്ട് ഷുഗർ സിറപ്പ് ഇല്ല, നല്ല ക്രിസ്പി കുനാഫ ബാറ്റർ. ദ ചീസ് ഇസ് ജസ്റ്റ് സോ ക്രീമി ആൻഡ് മിൽക്കി. പെർഫെക്റ്റ്. ഒരു എല്ലാ ടെക്സ്ചറും സോഫ്റ്റ്, ക്രീമി, ക്രിസ്പി, എല്ലാ ടെക്സ്ചറും പ്ലസ് പെർഫെക്റ്റ് സ്വീറ്റ്നെസ്സും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ. ആൻഡ് ദ വോം, ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് കുനാഫ. എനിക്ക് ബാക്കിയുള്ള അറബിക് ഡെസേർട്ട് ഒന്നും വലിയ ഇഷ്ടമല്ല, ഇൻക്ലൂഡിങ് ബാക്ലാവ. കുനാഫ എസ്പെഷ്യലി ലൈക്ക് ദീസ് കുനാഫ ഇസ് അമേസിങ്. Okay guys, so first day in Doha was amazing. Roy Chetan made it extra special for us over here and ഒരു പെർഫെക്റ്റ് ഡേ ആയിരുന്നേ. സോ ഇനിയിപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ദോഹ വരുന്നവര് സൂഖ് വാക്കിഫിൽ ഡെഫിനറ്റ്ലി കം ആൻഡ് വിസിറ്റ്. ഐ തിങ്ക് സോ ഖത്തർ ഇസ് എ റിയലി ഗുഡ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ. ഷോർട്ട് ഹോളിഡേയ്സിൽ ചെറിയ സ്ഥലമാണ്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. കമ്പാരിറ്റീവ്ലി ഐ ഫീൽ നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്, എസ്പെഷ്യലി ദുബായൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ വെള്ളമടി, പാർട്ടി ലൈഫ് അങ്ങനത്തെ വേണ്ടാത്തവർക്കൊരു ഫാമിലി ഡെസ്റ്റിനേഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാക്സിമം കാര്യങ്ങൾ ബ്ലോഗിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും നാളെ പ്രിയയുടെ ബർത്ത്ഡേ ആണ്, ഒരു സർപ്രൈസ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ പാടുന്നേ. ഓക്കെ, ടൂർ തുറക്കുമ്പോൾ പറയണേ. ഓക്കെ പോ. Happy birthday to you. Happy birthday to you. Happy birthday dear Priya. Happy birthday to you. Huggy എടുക്കാൻ പറ്റിയ. അപ്പം മെനി 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 ഹാപ്പി 51st ബർത്ത്ഡേ.
ബാത്റൂമിൽ വെച്ചാണ് വിഷ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബാത്റൂമിലാണല്ലോ. ഈ വർഷം മൊത്തം ഇനി അല്ലെങ്കിലേ ബാത്റൂം ഇറങ്ങാറില്ല. എന്താ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് വേണ്ടേ? അത് പിന്നെ എന്തായാലും എനിക്ക് അറിയാലോ. എന്റെ ഭർത്താവ് സർപ്രൈസിന്റെ ആളാണ്. പക്ഷെ കൊറേ ആയി ഇപ്പൊ. നിങ്ങൾക്ക് ഒരു സർപ്രൈസ്. ഇതാണ് സർപ്രൈസ്. എവിടെ അമ്മയുടെ ഗിഫ്റ്റ്? ഇതാണ് ഗിഫ്റ്റ്. ആദ്യം കേക്ക് കട്ടിങ്. ക്യാൻഡിൽ നടന്നില്ല കേട്ടാ. ഇവിടെ ഹോട്ടലിനകത്ത് ക്യാൻഡിൽ അല്ല, അവിടെ അല്ലാന്ന് തോന്നുന്നു. ആണോ? സങ്കല്പിച്ച് വിഷ് ചെയ്താൽ മതി. അവിടെ വെച്ചാ അമ്മ കട്ട് ചെയ്തോളൂ. ഇല്ലെങ്കിലും ഒരു കേക്ക് കട്ടിങ് എങ്കിലും അറേഞ്ച് ചെയ്യണ്ടേ ഇവിടെ വന്നിട്ട്? അതെ. അപ്പൊ മെനി വൺസ് അഗൈൻ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ആരുമില്ല, നമ്മള് മൂന്നുപേരും മാത്രമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് ബർത്ത്ഡേ ആണ്. പക്ഷെ കേക്ക് 1.5 കേക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടാ. ഫുൾ ചോക്ലേറ്റാ. ആരാ ആരാ? റോയ് ചേട്ടനെ മറന്നുപോയതാ. ഇപ്പൊ റൂമില് നമ്മള് 3 പേരല്ലേ ഉള്ളൂ. അതെ, ഇനി എന്താ പരിപാടി? നാളെ നമുക്ക് പൊളിക്കാം. നാളെ ഞാൻ ഒരു കിഡിലൻ സർപ്രൈസ് വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാ. വേദുവിനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കേൾക്കുക കേട്ടാ. ഒരു കിഡിലൻ സർപ്രൈസ് ഉണ്ട്. പക്ഷെ ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ. കൊറേ കാലം, ഏകദേശം 1 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിത്തരും. അതങ്ങനെയാ. അത് നാളെ കാണാൻ പറയാ. 1 വർഷം, എക്സാക്ട്ലി 1 വർഷമായി കാണും. അതുകൊണ്ട് ഇടയ്ക്ക് വഴക്കാവാറുണ്ട് നമ്മള്. ഫുഡിന്റെ കാര്യം പറഞ്ഞ്. നാളെ തരാം. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഇന്നൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നാളെ ഫുഡ് ആവുമ്പോ അതാണ് മെയിൻ സർപ്രൈസ്. ഇന്നൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. കണ്ടില്ല ഇതുവരെ കട്ടിലിരിക്കുന്നത്? നോക്ക്. ഇത് ചെറിയ സർപ്രൈസ്. നാളത്തെ സർപ്രൈസ് ആണ് വലിയ സർപ്രൈസ്. എന്താ അത്? മിണ്ടരുത്. ഈ വേദുവാണ് എല്ലാം ഫ്ലോപ്പ് ആക്കുന്നത്. അതാ നല്ലത്.